ദീപപ്രസാദ് കൂടിയുണ്ട് ചേരുന്നു. നേരത്തെ ADGP പി വിജയൻ ന്യൂസ് 18നോട് പറഞ്ഞത് ഈ അർജുനായെങ്കി ഹീറോയാണോ സീറോ ആണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്നുള്ളതാണ്. അതിപ്പോൾ അറിയാനൊന്നുമില്ല, ഇവരൊക്കെ ബിഗ് സീറോകൾ തന്നെയാണ്. എങ്കിലും ഈ സീറോകളെയൊക്കെ ഉയർത്തിപ്പിടിക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകളുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ മറുഭാഗത്തെ കണക്കാക്കുമ്പോൾ ഇത് തുലോം തുച്ഛമായ ഒരു വിഭാഗം തന്നെയാണ്. പക്ഷേ ഇവരാണ് ഇത്തരക്കാർക്ക് വലിയ ആത്മവിശ്വാസമൊക്കെ നൽകുന്നത് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായി വരുന്നത് ദീപപ്രസാദ്? തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായിട്ടുള്ള ഒരു വിഭാഗം നമ്മുടെ വിദ്യാർത്ഥികളാണ്, നമ്മുടെ കുട്ടികളാണ്. നെല്ലേത് പതിരേത് എന്ന് അവർക്ക് തിരിച്ചറിയാത്ത ഒരു പ്രായമാണ്. അധ്യാപകരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ടെക്നിക്കലി നമ്മളെക്കാൾ കൂടുതൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഈ കുട്ടികളോടൊപ്പം നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ്. ഇപ്പോ ADGP സാർ പറഞ്ഞതുപോലെ ഹീറോ പരിവേഷം അവർക്കുണ്ട് എന്നത്, അതല്ലെങ്കിൽ അവർ സീറോയാണ് എന്ന് തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ടില്ല. അപ്പൊ തീർച്ചയായും ഇവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന വിധത്തിലുള്ള വീഡിയോകൾ, അതുപോലെ അവരവരുടെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ വളരെ മോശമായി ബാധിക്കുമെന്നും ഈ സിസ്റ്റത്തിനെതിരെ നിൽക്കുന്നവർക്ക്, അതുപോലെ ഗവൺമെന്റിനെതിരെ നിൽക്കുന്നവർക്ക്, പോലീസിനെതിരെ സംസാരിക്കുന്നവർക്കൊക്കെ ഒരു ഹീറോ പരിവേഷം തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സിലുള്ളത്. അപ്പൊ തീർച്ചയായും ഇന്ന് ADGP സാർ പറയുന്നുണ്ടായിരുന്നു, വിജയൻ സാർ പറയുന്നുണ്ടായിരുന്നു, ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് കമന്റ് ഇടുന്നവരാണെങ്കിലും പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും കർശന നടപടിയെടുക്കും. അത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ചും ഈ നടപടി എടുത്ത് കാണിച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് അതിൽ ഒരു ബോധ്യം ഉണ്ടാവുകയും അവരെ ഇനി നമ്മൾ ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ തന്നെയും ഗുണ്ടകളാണെങ്കിൽ തന്നെയും ഒരു കാലത്ത് നന്മയുടെ പാഠങ്ങൾ അധ്യാപകർ പകർന്നു കൊടുത്ത വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. പക്ഷെ അവരുടെ സാഹചര്യം അവരെ തെറ്റിലേക്ക് നയിച്ചു. ഒരിക്കലും ഇനിയുള്ള നമ്മുടെ തലമുറ ഇത് കണ്ടുപഠിക്കാൻ പാടില്ല, അവർ ഈ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ദീപപ്രസാദ്, ഒരു പക്ഷേ നമുക്കറിയാം ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, ഫാസിസം, അതിങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ എന്താണ് ഫാസിസം എന്നൊന്നും ഇവരങ്ങനെ വിശദീകരിക്കാറില്ല. നമുക്ക് ആരെയെങ്കിലുമൊക്കെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്നുവെങ്കിൽ അതാണ് ഒരു തരത്തിൽ ഫാസിസം. അത് കേരളത്തിൽ വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു വാഹനവുമായി പുറത്തിറങ്ങിയാൽ ആ വാഹനം മറ്റൊരു വാഹനത്തിൽ തട്ടിയാൽ ഒന്ന് ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും ചോദിക്കാൻ ഇന്ന് സാധാരണക്കാർക്ക് മടിയാകും. കാരണം മറുഭാഗത്തിരിക്കുന്നവൻ അവൻ ഗുണ്ടയാണോ, ക്രിമിനലാണോ, അവൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരാണോ, ഇതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചു കൊള്ളണം എന്ന ഒരു സാമൂഹിക പശ്ചാത്തലം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ട് കാലങ്ങളായി. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും താല്പര്യമില്ല. ഗുണ്ടകളെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുക, ചില ഗുണ്ടകളെയെങ്കിലും പാർട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടു നടക്കുക, തീറ്റിപ്പോറ്റുക, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് ഈ സർക്കാരിന് പോകാൻ പറ്റുന്നു, ആഭ്യന്തര വകുപ്പിന് പോകാൻ പറ്റുന്നു എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം പല ആളുകളും ധൈര്യത്തോടു കൂടി ഇവിടെ ലഹരി മാഫിയകളുണ്ട്, ഇവിടെ ലഹരി വിൽപ്പനയുണ്ട് എന്ന് നമ്മുടെ പോലീസ് സംവിധാനത്തെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന മറ്റൊരു ദൗത്യവുമായി എത്തുന്നു. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വിജയിക്കുമെന്നൊന്നും കരുതേണ്ടതില്ല. പക്ഷേ ഒരു തുടക്കം കുറിക്കാനെങ്കിലും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നു എന്നത് ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ടോ ദീപ? തീർച്ചയായും അത് അധ്യാപക സമൂഹത്തിന് മുഴുവൻ ഒരു ഉണർവ് നൽകി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ആഭ്യന്തര മന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ആളാണ് ഞാൻ, ഹരിപ്പാടുകാരിയാണ്. ഞങ്ങളുടെ കുടുംബവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു, ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. തീർച്ചയായും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദീപപ്രസാദ്, ഞാനൊന്ന് ഇടപെടുന്നത്, ഇപ്പോൾ VD സതീശന്റെ പ്രതികരണത്തിന് സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. യെസ്, തുടരാം ദീപ, തുടരാൻ. കാരണം അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞു വന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ന് അദ്ദേഹവും ചാനലുകളിലൂടെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കും എന്നുള്ളത്. ഇപ്പൊ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത് വളരെ അധികം പ്രതീക്ഷകൾ ഞങ്ങൾക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള സന്ദർഭങ്ങളിലും ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം നമ്മുടെ കുട്ടികളെ, നമ്മുടെ വിദ്യാർത്ഥികളെ
പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാർത്ഥികളെ വളരെയധികം സ്വാധീനിക്കും എന്നതുകൊണ്ടാണ്. തീർച്ചയായും സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ ഇങ്ങനെയൊരു നയം, ഇങ്ങനെയൊരു പുതിയ തയ്യാറെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നു. ഇത് മുന്നോട്ട് പോകട്ടെ. നിയമപരമായി എല്ലാ തരത്തിലും ഉള്ള സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാകട്ടെ. യെസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.